ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് നമുക്ക് പാക്കൊന്നും ഇട്ട് കാണിക്കണമെന്നില്ല, നല്ല ജലദോഷമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിന്ന് പാക്കൊന്നും ഇടാനുള്ള ഒരു സുഖമില്ല. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയ്യണതല്ല പറയാൻ പോണത്, നമുക്ക് ഒരു പാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ കയ്യുമ്മലും ഇടാം, കാലുമ്മലും ഇടാം, കഴുത്തിലേക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു 2-3 ടിപ്സുകളൊക്കെയാണ് പറയണത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു പാക്ക് ഇടുന്നേക്കാളും മുൻപ് ഒരു സ്ക്രബിങ് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യുമ്മലിക്കും കാലുമ്മലിക്കൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വെളിച്ചെണ്ണയും പൊടിപ്പും കൂടിയിട്ട് നമുക്ക് ഒന്ന് സ്ക്രബിങ് ചെയ്തതിന് ശേഷം നമ്മൾ പാക്ക് ഇട്ടാൽ മതി കേട്ടോ. അതിപ്പോൾ നമുക്ക് കഴുത്തിലേക്ക് ഇടണമെന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സ്കിന്നിന് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങളോ അവിടെ ഇവിടെയൊക്കെ ചെറിയ തടിപ്പുകൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്ക്രബിങ്ങിലൂടെ അത് മാറി കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. അത് നമുക്ക് സ്കിന്നിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തടിച്ചൊക്കെ പോകുന്നില്ലേ, കഴുത്തിലൊക്കെ അനാവശ്യമായിട്ടുള്ള ചെറിയ ഈ കുത്തു പോലത്തെ ഇതൊക്കെ വരില്ലേ, അതൊക്കെ നമ്മുടെ ഈ സ്ക്രബിങ്ങിലൂടെ പോവും. അത് നിങ്ങൾ അറിയ പോലും ഇല്ല, ആ സ്ക്രബിങ് കഴിയുമ്പോൾ ആ സാധനമൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തിട്ട് പോയില്ലെങ്കിൽ ഒരാഴ്ചയിൽ 2-3 വട്ടമൊക്കെ ആ ഒരു സ്ക്രബിങ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആ ഒരു പ്രശ്നം മാറിക്കിട്ടും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഒരു ഇത്തിരിക്കോളം വെളിച്ചെണ്ണ എടുക്കുക. ഒരു 1/2 ടീസ്പൂൺ എങ്ങാനും വെളിച്ചെണ്ണ എടുത്താൽ മതി. പിന്നെ നമ്മുടെ അരിപ്പൊടി എടുക്കാം, ചുണ്ട് ബേക്കിംഗ് സോഡ മനസ്സിലായില്ലേ, നമ്മൾ പലഹാരമൊക്കെ എടുക്കണം ആ ഒരു ഇത്. ബേക്കിംഗ് സോഡ എടുക്കുക, നാരങ്ങ നീരും തൈരും കൂടിയിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് നമുക്ക് കൈമേൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് അപ്പോൾ തന്നെ കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് മുഖത്തേക്ക് ഇടാൻ പാടില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേക്കിംഗ് സോഡയും നാരങ്ങ നീരൊക്കെ ഇതിലോട്ട് ചിലപ്പോൾ എന്തായാലും നമ്മൾ ഇടുമ്പോൾ അളവ് കൂടിപ്പോവും. അപ്പോൾ അത് മുഖത്തേക്ക് വല്ലാത്തൊരു ബ്ലീച്ചിങ്ങിൻ്റെ എഫക്റ്റ് ആവും, ചിലവർക്കത് പിടിക്കില്ല. അപ്പോൾ നമുക്ക് കയ്യുമലൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ പണികളൊക്കെ എടുത്ത് നമ്മുടെ കൈയൊക്കെ ഭയങ്കര റഫായിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നല്ല സോഫ്റ്റ് ആവാനും നല്ല നിറം കിട്ടാനും എല്ലാത്തിനും ഈ ഒരു പാക്ക് അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ റാഗിപ്പൊടി എടുക്കുക, നമുക്കതിലോട്ട് അരിപ്പൊടി കുറച്ച് മിക്സ് ചെയ്യാം, പിന്നെ കുറച്ച് തക്കാളിയുടെ നീരെടുക്കുക, ഇച്ചിരി പാലും കൂടി എടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് കയ്യുമ്പലും കാലുമ്പലും കഴുത്തിലൊക്കെ ഇട്ട് കൊടുത്താലും ആ കറുപ്പ് നിറമൊക്കെ പോകാനായിട്ട്, അതുപോലെ തന്നെ കരിവാളിപ്പൊക്കെ പെട്ടെന്ന് മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അടിപൊളി ടിപ്പാണ്. പിന്നെ നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, നമുക്ക് ഈ ടൂത്ത് പേസ്റ്റിൻ്റെ ഒരു ഉപയോഗം. അത് നമ്മൾ കോൾഗേറ്റാണ് കൂടുതൽ അതിലുപയോഗിക്കാം. ടൂത്ത് പേസ്റ്റും നാരങ്ങ നീരും അതുപോലെ തന്നെ ഈ ബേക്കിംഗ് സോഡയും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. പക്ഷേ നിങ്ങൾ അതിൻ്റെ പിന്നാലെ ഇച്ചിരി റോസ് വാട്ടറും നമ്മുടെ ഇത് എന്തോ പേര് പറഞ്ഞല്ലോ ദൈവമേ, റോസ് വാട്ടറും നമ്മുടെ ഗ്ലിസറിനും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ അലോവേരയുടെ ജെല്ല് കയ്യുമ്മ തേച്ച് കൊടുക്കണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൂത്ത് പേസ്റ്റ് ഇടുമ്പം നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നമ്മൾ മറ്റേതിന് കിട്ടുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് ടൂത്ത് പേസ്റ്റ് ഇടുമ്പോൾ നമുക്ക് കിട്ടും. പക്ഷേ ഇച്ചിരി കഴിയുമ്പോൾ നമ്മുടെ കാലിനൊക്കെ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് റോസ് വാട്ടറും ഗ്ലിസറിനും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇടാൻ പറയുന്നത് കേട്ടോ. അത് ഏത് പാക്കഡ് ആയാലും നമ്മളത് മസ്റ്റായിട്ട് ചെയ്യണം. നിങ്ങൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇടാതിരിക്കരുത്. ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ സാധാ വെളിച്ചെണ്ണ കൈമലും കാൽമലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കടലമാവ് ഡ്രൈ ആക്കും. പക്ഷെ നമ്മളിതിൽ ഇത്തിരി കൂടി തൈരും കൂടിയൊക്കെ ചേർത്തിട്ടാണ് നമ്മളൊരു കാര്യം ചെയ്യാൻ പോണത്. കടലമാവ് എടുക്കുക, ഇച്ചിരി മഞ്ഞൾപ്പൊടി എടുക്കുക, തൈര് എടുക്കുക, റോസ് വാട്ടറൊക്കെ കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് കഴുകണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുവക ചൂടുവെള്ളത്തിൽ ഒരു തുണി മുക്കിയിട്ട് തുടച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നു മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ ഒരു നുള്ളാണ് നമ്മൾ പറയണത്. ഇനിയിപ്പോൾ അത് ഇത്തിരി കൂടിപ്പോയി കഴിഞ്ഞാൽ കയ്യുമ്മലും കാലുമ്മലൊക്കെ മഞ്ഞ കളർ വരുമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു കോട്ടണിൽ ഇച്ചിരി പാല് മുക്കിയിട്ട് ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു കളർ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. അത് വരെ തന്നെയില്ല, നല്ലൊരു പാക്ക് തന്നെയാണത്.
അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ തോന്നുവാണെങ്കിൽ, അതായത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴോ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ കയ്യും കാലൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പോവുക. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിന് കുറേ നേരം നമ്മൾ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്തിരി സമയം ഉണ്ടെങ്കിൽ, ഇത്തിരി ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്ന് ആ ജലദോഷത്തിൻ്റെ ഇതോടെ ഒരു വലിച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല തുമ്മലാണ്. അതാണ് ഇന്ന് നാളെ ഇനി വീഡിയോ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ഈ സമയമായപ്പോൾ വീഡിയോ എടുക്കാണ്ട് ഒരു സുഖമില്ല. അതാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനത്തെ കുറച്ച് ടിപ്സുകൾ, ഇത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ടിപ്സുകൾ. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് കഴുത്തിലിട്ട് കാണിച്ചാലും എനിക്ക് അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല. എൻ്റെ കഴുത്തിൽ അങ്ങനത്തെ കറുപ്പ്, അങ്ങനത്തെ കയ്യുമൊരു വ്യത്യാസം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ട് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റിസൾട്ടും കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് നിങ്ങൾക്കാകുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കാണാനും പറ്റും, പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് എനിക്ക് കേട്ടോ. ഇപ്പോൾ നാളെ ഞായറാഴ്ചയല്ലേ, അപ്പോൾ എല്ലാവരും ഒഴിവില്ല. അപ്പോൾ ഈ ഒരു ടിപ്സൊക്കെ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട്. ഇനിയും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ നല്ലപോലെ സപ്പോർട്ടായി ഹൈപ്പ് ചെയ്യണം കേട്ടോ. പുതിയൊരു ഓപ്ഷനാണ് ഹൈപ്പ്. അപ്പോൾ അതും കൂടി ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. കമൻറ്റ് ഇട്ടാലും നമുക്ക് ഹൈപ്പിൻ്റെ ഓപ്ഷൻ ഇങ്ങനെ ഒന്ന് നീക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ആ കമൻറ്റിൻ്റെ ഭാഗം ഒന്ന് ലേശം കൂടി നീക്കി കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. ഹൈപ്പും കൂടി ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതൊരു യൂട്യൂബിൻ്റെ ഒരു ഞങ്ങൾക്ക് തരുന്ന ഒരു ഇതാണ്, എത്ര പോയിൻ്റ് കിട്ടും എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മുടെ വീഡിയോസൊക്കെ മറ്റുള്ളവരിലേക്ക് കൂടുതൽ യൂട്യൂബ് മാമൻ എത്തിക്കണത്. അതാണ് ഹൈപ്പ് ചെയ്യാനൊക്കെ പറയണത് കേട്ടോ. ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്, ചാനൽ കൊണ്ട് നടക്കണ ഒരു കിട്ടിയിട്ടുള്ള ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.